പപ്പുവേട്ടന്റെ നല്ല ഓർമ്മകൾ എന്തെല്ലാമാണ്? ആദ്യം പപ്പുവേട്ടനെ ശരിക്കും ഞാൻ ആദ്യമായി കാണുന്നത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി ആകാൻ വേണ്ടി കോളേജിൽ നിന്ന് മധ്യവേനൽ അവധി സമയം വരുമ്പോഴെല്ലാം ഞാൻ മദ്രാസിലേക്ക് പോകും. അന്ന് ബിച്ചു തിരുമല അവിടെ ഉണ്ടായിരുന്നു. അത് ബന്ധുവല്ലേ? എൻ്റെ അമ്മാവൻ്റെ മകൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ എല്ലാ ഡയറക്ടേഴ്സിനും, എന്തിന് തെലുങ്ക് ഡയറക്ടേഴ്സിന് വരെ ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഒരു ചാൻസിന് വേണ്ടിയിട്ട്. എക്സെപ്റ്റ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അടുത്ത് മാത്രം പോയിട്ടില്ല. പോയിട്ട് കാര്യമില്ല എന്നൊരാളിൻ്റെ അടുത്ത് പറഞ്ഞു, പോണ്ടെന്ന് പറഞ്ഞു, പേടിപ്പിച്ചുകൊണ്ടാണ് പോകാത്തത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അങ്ങനെ എല്ലായിടത്തും പോയി. തിരുവനന്തപുരത്ത് മധുസാറിൻ്റെ അടുത്ത് പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു സിനിമ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു IV ശശിയേട്ടൻ എന്ന് പറഞ്ഞിട്ട് ബിച്ചു തിരുമലയുടെ കൂടെ തന്നെ ഞാനൊരു വീട്ടിൽ പോയി. അതായത് രാമചന്ദ്രൻ എന്നൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബിച്ചു തിരുമല, മുരളി മൂവീസ് രാമേന്ദ്ര ചേട്ടൻ, അതെ, രാമേന്ദ്ര ചേട്ടൻ, ബിച്ചു തിരുമല, IV ശശി, നമ്മുടെ വിപിൻ ദാസ് ക്യാമറാമാൻ, പിന്നെ മ്യൂസിക് ഡയറക്ടർ AT ഉമർ, ഷെരീഫ് ഖാ, അങ്ങനെ ഒരു എഴുത്തുകാരൻ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരു സംഘം താമസിച്ച് അവിടുന്ന് അവരെല്ലാവരും മലയാളത്തിൽ പ്രമുഖരായി മാറിയിട്ടുണ്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു സംഘം ഉണ്ടായി. സുരേഷ് കുമാർ, പിന്നെ പ്രിയദർശൻ, അശോക് കുമാർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘം തിരുവനന്തപുരത്തും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാനൊരു ചെന്നപ്പോഴാണ് അവിടെ പപ്പുവേട്ടൻ സ്ഥിരം സന്ദർശകരാണ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത്. എന്നെ പരിചയപ്പെടുത്തുന്നത് മ്യൂസിക് ഡയറക്ടർ ഉമ്മൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്. അത്രേ ഉള്ളൂ.